പാട്ടെന്ന് കേട്ടാൽ യേശുദാസ് എന്ന് മനസ്സിൽ വരുന്ന കാലത്ത് തന്നെ ജനം രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച ഗായകൻ MG ശ്രീകുമാറാണ് ഇന്ന് നേരെ ചൊവ്വയിലെ അതിഥി. അനന്തപുരിയിലെ ചങ്ങാതിക്കൂട്ടം ഈ ഗായകൻ ഒരു അനുഗ്രഹമായിരുന്നു. സ്വന്തം ന്യൂനതകളെ ഒരു പരിമിതിയായി കാണാതിരുന്നതാണോ ഇദ്ദേഹത്തിന്റെ വിജയം? അടുത്ത കാലത്ത് സംഗീത സംവിധാന രംഗത്തും കഴിവ് തെളിയിച്ച ശ്രീ MG ശ്രീകുമാറിലേക്ക്. ശ്രീകുമാറിനെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നത് ശ്രീകുട്ടൻ എന്നാണ്. അപ്പൊ ആ പേരില് ഒരു തമാശയുണ്ട്, ചിരിയുണ്ട്, കുസൃതിയുണ്ട്. അപ്പൊ ഇപ്പോഴും ആ ശ്രീകുട്ടനായിട്ട് നിൽക്കുകയാണ്, ശ്രീകുമാറായിട്ട് വളർന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? എനിക്ക് ശ്രീകുട്ടനായിട്ട് ഈ പറഞ്ഞതിനെക്കാട്ടില്ലേ, ജോണി പറഞ്ഞതിനെക്കാട്ടി ഒരു സ്ഥാനമുണ്ട്, ഒരു ലാളിത്യം, ഒരു ചിരിയോ ബാക്കി തമാശയോ ബാക്കിയുള്ളതിനെക്കാട്ടില് ഒരു ലാളിത്യമുണ്ട്. അതായത് പ്രിയനോ മോഹൻലാലോ ഒക്കെ ശ്രീകുട്ട എന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നും. മറ്റേ MG ശ്രീകുമാർ എവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു അകൽച്ച ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു സംഗീത കുടുംബത്തിലാണ് ശ്രീകുമാർ പിറന്നത്. അപ്പൊ അച്ഛൻ പാട്ടുകാരനായിരുന്നു, മലബാർ ഗോപാലൻ നായർ, അമ്മ കമലാക്ഷി അമ്മ, സഹോദരി ഓമനക്കുട്ടി, അതുപോലെ തന്നെ സഹോദരൻ MG രാധാകൃഷ്ണൻ. അപ്പോൾ സഹോദരിയും സഹോദരനും സംഗീത കോളേജിലൊക്കെ പഠിച്ചവരാണ്. ശ്രീകുമാറിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായില്ല. ഒരു ഏകലവ്യനെ പോലെയാണ് ശരിക്കും സംഗീതം പഠിച്ചത്. ഞാൻ അതിനുവേണ്ടി പോയി, പക്ഷെ നടന്നില്ല. കാരണം ഞാൻ മ്യൂസിക് അക്കാഡമിയിൽ പോയി ചേർന്നു. എനിക്ക് തോന്നുന്നു 1 മാസം എങ്ങാണ്ട് ഞാൻ പോയുള്ളൂ. അതിനുശേഷം എനിക്ക് പോകാൻ സാധിച്ചില്ല. കാരണം വേറെ എൻ്റെ ഒരു ജീവിത ഔട്ട്ലുക്ക് തന്നെ വേറൊരു രീതിയിൽ. പക്ഷെ അങ്ങനെ ഒരു കുടുംബമായിട്ടും ഒരു ഏകലവ്യനെ പോലെ ഇങ്ങനെ മാറി നിന്ന് കേട്ട് സംഗീതം പഠിക്കേണ്ട വന്നത് എന്തുകൊണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ കേൾവി മുഴുവൻ എന്റെ ചേട്ടൻ്റെ നിന്നായിരുന്നു. അപ്പോൾ ഏകദേശം 10-14 വർഷം ഞാൻ പുറകില് തമ്പുരുമീട്ടാന്, പിന്നെ സാ പിടിക്കാൻ എന്ന് പറയും. അതായത് ഇപ്പൊ ചേട്ടന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കീർത്തനം നൽകുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ പുറകിൽ നിന്ന് തമ്പുരുവിടുകയും ചെയ്യും, ആന്ന് കൂടെ പിടിക്കുമ്പോ ചേട്ടൻ എന്റെ പിടുത്തത്തിന്റെ മേളിൽ ഒരു ഈ 2 നാഗസ്വരമൊക്കെ വായിക്കുമ്പോൾ ഒരാളിങ്ങനെ പിടിച്ചോണ്ടിരിക്കും, വേറൊരാള് സംഗതി വായിക്കും. സംഗതി അറിയാവോ ജോണിക്ക്? റിയാലിറ്റി ഷോയിൽ ഇപ്പൊ സംഗതി മാത്രമേ കേൾക്കുന്നുള്ളൂ. ജോണിക്ക് സംഗതിയെ കുറിച്ച് വല്ലതും അറിയാവുന്നത്. അപ്പൊ ഈ സംഗതി കൊണ്ടിടുന്നതിന് വേണ്ടിയിട്ട് ഈ സാ പിടിക്കുന്ന ഒരു കാര്യമാണ് ഈ ആദ്യം എനിക്ക്. അപ്പൊ ഈ ശ്രീകുമാർ പിടിക്കുന്നതിന് മുകളിൽ ചേട്ടൻ പിടിച്ചോണ്ടിരുന്ന ആ കാലം ഉണ്ടല്ലോ, ആ കാലത്ത് ശ്രീകുമാറിന് തോന്നിയത് എന്താ? എന്നും ഈ ചേട്ടൻ പിടിക്കുന്നതിന് താഴെ പിടിക്കേണ്ട ഒരാളാണോ ശ്രീകുമാർ? അങ്ങനല്ല, ദിസ് ആൻ എക്സ്പീരിയൻസ്. ഓരോ പടിപടിയായിട്ട് എന്നെ ചേട്ടൻ കൊണ്ടുവന്ന്, ആദ്യമേ എന്നെ കൊണ്ടുവന്ന് സ്വർണ്ണ സിംഹാസനത്തിൽ ഇരുത്തിയില്ല. ആദ്യം ചേട്ടൻ എന്നെ കച്ചേരി കൊണ്ടുപോയപ്പോഴത്തേക്ക് ചേട്ടൻ ഇരിക്കുന്ന പായൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്റെ അപ്പോയിന്റ്മെന്റ്. അതിനുശേഷം തമ്പുരുടെ, പിന്നെ അതിനുശേഷം തമ്പുരും കൂട്ടത്തിൽ ഈ സാ പിടിക്കുന്നത്. ഒരു ഷിപ്പ് ഇത് പറയാൻ എളുപ്പമാണെങ്കിലും അന്ന് അങ്ങനെയാണ് തോന്നിയത്. വേണ്ട പോലെ എന്നെ സംഗീതത്തിലേക്ക് കൊണ്ടുപോകാൻ കുടുംബത്തിന് കഴിഞ്ഞില്ല എന്ന് ശ്രീകുമാറിന് തോന്നിയിട്ടില്ല? ഒരിക്കലും ഇല്ല. കാരണം എന്റെ വേറെ കുടുംബത്തിലെ വേറെ ആരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്റെ ചേട്ടനാണ് എന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ളത്. അല്ല, ഇപ്പൊ ഒരു തവണ ചിത്രം എന്ന സിനിമയിലെ സ്വാമിനാഥ എന്ന് തുടങ്ങുന്ന ഗാനത്തില് ശുമാം എന്ന് പാടേണ്ടടുത്ത് താങ്കൾ സുമാം എന്നാണ് പാടിയത്. അത് കലാമണ്ഡലം ഹൈദരലിയെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതാണ് എന്നെ തിരുത്താൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന്. അതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ തിരുത്താൻ ആരും ഇല്ലായിരുന്നു പറഞ്ഞാൽ സ്റ്റുഡിയോയിലാണ്, വീട്ടിലല്ല. ഞാന് മദ്രാസിൽ പോകുന്നു. മദ്രാസിൽ പോയിട്ട് ഈ ഗാനം ആലപിക്കാൻ നേരത്ത് എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ ഇവിടുന്ന് ഫാക്സ് അയച്ചു തരാൻ പറയുന്നു, ട്രിവാൻഡ്രത്ത് നിന്ന്. ഇവര് ഫാക്സ് അയച്ചു തന്നപ്പം അന്നത്തെ കാലം അറിയാമല്ലോ, കാരണം ചിത്രമൊക്കെ എത്രയോ വർഷത്തിന് മുമ്പുള്ള, 10-20 വർഷത്തിന് മുമ്പുള്ളല്ലേ. ഇപ്പോഴാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് പതിയും. അന്ന് അതിന്റെ ആ അക്ഷരത്തിന് ഷൂ എന്നുള്ളിടത്ത് അത്ര വ്യക്തമായിട്ട് പതിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ ശുമാം എന്നുള്ളത് ഞാൻ സുമാം എന്ന് തെറ്റ് പാടിപ്പോയി. പക്ഷെ അന്ന് അവിടെ കറക്റ്റ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു സുമയായിരിക്കും എന്ന് വിചാരിച്ച് അറിയാതെ ഒന്ന് തെറ്റിപ്പോയാൽ അതിന് ഈ കലാമണ്ഡലം എല്ലാം കൂടെ എടുത്തു വെച്ച് എന്നെ അങ്ങ് ഉണ്ടു. ഇങ്ങനെയൊക്കെ ശ്രീകുമാർ പറയുന്നുണ്ടെങ്കിലും വീണ്ടും ആ സംശയം എനിക്ക് നീങ്ങുന്നില്ല. അതായത് ഭരതം എന്ന് പറയുന്ന സിനിമയിലെ കണ്ട ഒരു കോംപ്ലക്സ് ഉണ്ട്. അതായത് അനുജൻ ഉയർന്നു വരുന്നതിൽ ജ്യേഷ്ഠനുണ്ടാവുന്ന ഒരു കോംപ്ലക്സ്, അത് പെരുന്തച്ചൻ കോംപ്ലക്സ് എന്ന് വേണമെങ്കിൽ പറയാം, ജ്യേഷ്ഠനാണെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ ഒരു കോംപ്ലക്സ് ഒരിക്കലും MG രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലും അങ്ങനെയില്ല. അങ്ങനെ ഒരു സംഭവമില്ല. ഇറ്റ് ഇസ് എ മെയ്ഡ് അപ്പ് സ്റ്റോറി. അത് ഒരുപക്ഷെ എന്റെ ചേട്ടനും എന്നെ പോലെ തന്നെ കുറച്ച് വിടുവാനുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തിനും ഏതിനും വെട്ടിത്തുറന്ന അഭിപ്രായം പറയും. അപ്പൊ അന്ന് ഇതുപോലെ കഥ എഴുതിയപ്പോൾ ആരാണ്ട് ചെന്ന് ചേട്ടനെ ചുരട്ടി കൊടുത്തു. സംഭവം ഇത്രയേ ഉള്ളൂ. ഇതെന്താണ് പ്രോഗ്രാം, നേരെ ചൊവ്വയല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പറയണമല്ലോ. സാധാരണഗതിയിൽ കച്ചേരികൾക്ക് കിട്ടുന്നത് 3000-4000 രൂപ, അല്ലെങ്കിൽ 5000 രൂപ, അല്ലെങ്കിൽ 10000 രൂപ.
അന്ന് ഞാൻ ആദ്യം ഗാനമേളയ്ക്ക് വാങ്ങിച്ചത് കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിലെ 1750 രൂപയാണെങ്കിലും എന്റെ വളർച്ച ഗാനമേളകളിലൂടെ വളരെ പെട്ടെന്നായിരുന്നു. അപ്പം ഞാൻ 25,000 1 ലക്ഷം വരെ വാങ്ങിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് വീട്ടിൽ പലപ്പോഴും എന്റെ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ നീ വാങ്ങിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരിക്കലും ദേഷ്യം കൊണ്ടല്ല, ചേട്ടന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയും, നിങ്ങളുടെ അനിയൻ ഒരുപാട് ഭയങ്കര കത്തി റേറ്റാണ് കേട്ടോ വാങ്ങിക്കുന്നതൊക്കെ പറയും. അപ്പം അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു സിറ്റുവേഷൻ, അതായത് ഞാൻ കൂടുതൽ റിമ്യൂണറേഷൻ വാങ്ങിക്കുന്നു, പഠിച്ച് തഴമ്പിച്ച് മുട്ടില് തഴമ്പ് വന്ന് അവർക്ക് പക്ഷേ 10,000 രൂപ 7,000 രൂപ കിട്ടുന്നുള്ളൂ. വാസ്തവത്തിൽ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? ജനപ്രീതിയുള്ള ആളുകൾക്ക് കിട്ടുന്ന പൈസയും സംഗീതത്തിന് വേണ്ടി ജീവൻ മുഴുവൻ മാറ്റിവെക്കുന്ന അവരെ പോലുള്ള ആളുകൾക്ക് കിട്ടുന്ന പൈസയും അതാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പൊ അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. അല്ല, ഇപ്പോ MG ശ്രീകുമാർ സഹോദരനെയും സഹോദരിയെയും പണം കൊണ്ട് തോൽപ്പിച്ചു എന്ന് പറയാമോ? അങ്ങനല്ലെന്ന്. അത് ചുമ്മാ ജോണി ഇങ്ങനെ ഇട്ട് കുടുക്കി പിടിക്കുക, അതങ്ങനൊന്നുമല്ല. ഇത് സംഭവം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ വെളിയിൽ നിൽക്കുന്ന നമ്മുടെ അഭ്യുതകാംക്ഷികളുണ്ടല്ലോ, അങ്ങനെ ഒരു വിഭാഗമുണ്ട്, അറിയോ? വെളിയിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു ഫാമിലിയിൽ ഒരാൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തുണ്ട്, അവർ ഈ ഇത്തിൽ കണ്ണി പോലെ അങ്ങ് കൂടിയിട്ട് എന്റെ ചേട്ടൻ്റെ അടുത്ത് പറയും, കണ്ടില്ലേ അനിയൻ ഇത് വാങ്ങിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നാച്ചുറലി ചേട്ടനൊരു ചൊറിച്ചിലുണ്ടാവും. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഇങ്ങനൊരു കഥയും കൂടെ വന്നപ്പോഴത്തേക്ക് ഈ ഇത്തിക്കണ്ണികൾ, അതായത് അവിടെ ഒരുപാട് പേരുണ്ട്, ഒരു ഫോട്ടോഗ്രാഫറുണ്ട്, അദ്ദേഹം ചെയ്ത പാരകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ അമ്മ പോലും സഹിക്കാത്ത രീതിയിൽ അത് അദ്ദേഹത്തിന് ദൈവം കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവരൊക്കെ ചെന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവസാനം ഭരതം എന്നുള്ളത് MG രാധാകൃഷ്ണൻ MG ശ്രീകുമാറിന്റെ ഒരു കഥയായിട്ട് ഭവിക്കുകയും അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത് ഭരതം എന്ന് പറഞ്ഞത് ഭരതം വേറൊരു സ്റ്റോറിയാണ്, എന്റെയും ചേട്ടന്റെയും കഥ അത് വേറൊരു സ്റ്റോറിയാണ്, അത് ആർക്കും അറിഞ്ഞൂടാത്ത. ഇപ്പോ ജ്യേഷ്ഠനെ പൂർണ്ണമായും ന്യായീകരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഒരിക്കലും ഞാൻ വ്യാഖ്യാനിക്കണ്ടല്ലോ. ഒരിക്കലും. Different people, one home. ManoramaOnline.com, your home